സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖിലെ അബ്ദുൾ റഹീമിൻ്റെ മോചന ഹർജി റിയാദിലെ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 11:30 മണിക്കാണ് കേസ് പരിഗണിക്കുക. ഇത് 13ാം തവണയാണ് ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം വിശദാംശങ്ങളുമായി ചേരുന്നു. ജലീൽ, വളരെ പ്രതീക്ഷയോടെയാണ് വീട്ടുകാരൊക്കെ ഇരിക്കുന്നത്. അതുപോലെ നിയമസഹായ സമിതിയും വളരെ പ്രതീക്ഷയിലാണെന്ന് അറിയുന്നു. ഇത്ര കൂടുതൽ തവണ ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ മോചനം സാധ്യമായില്ല. ഗുഡ് മോർണിംഗ്, പറയും. ഗുഡ് മോർണിംഗ് SKN. ഇത് 13ാമത്തെ തവണയാണ് അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ കോടതി പരിഗണിക്കുന്നത്. സൗദി സമയം രാവിലെ 9 മണി, ഇന്ത്യൻ സമയം രാവിലെ 11:30 കേസ് പരിഗണിക്കുന്നത് ഓൺലൈൻ വഴി അബ്ദുറഹീമും അഭിഭാഷകനുമെല്ലാം ഈ കോടതിയിൽ ഹാജരാകുകയും ചെയ്യും. ഏറെ പ്രതീക്ഷയും പ്രാർത്ഥനയും എല്ലാം ഉണ്ടെങ്കിലും ഇന്നും കേസ് നീട്ടിവെക്കുമോ എന്ന ആശങ്ക സ്വാഭാവികമായും ഉണ്ട്. കഴിഞ്ഞ 2 തവണ കേസ് പരിഗണിച്ചപ്പോൾ വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു റിയാദിലുള്ള നിയമസഹായ സമിതി. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. കേസ് ഫയലിന്റെ ഒറിജിനൽ രേഖകൾ റിയാദ് ഗവർണറേറ്റിൽ നിന്നും കോടതിയിൽ എത്താൻ വൈകുന്നതാണ് ഇതിന് കാരണമായി പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ റമദാനിൽ തന്നെ ഈ ഒറിജിനൽ രേഖകൾ ഗവർണറേറ്റിൽ നിന്നും കോടതിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് സഹായ സമിതി അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഈ കോടതി ചേർന്ന സമയത്തും ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കേസ് തുടർച്ചയായി നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നത് കൃത്യമായ ഒരു വ്യക്തതയില്ല. കൃത്യമായ വിവരം ലഭിക്കാത്തതിൽ കുടുംബത്തിലെ ചിലർക്കും അതോടൊപ്പം തന്നെ പൊതുമേഖലയിലുള്ള പലർക്കും ആശങ്കയുണ്ട്, നിരാശയുണ്ട്. നമുക്കറിയാം, 19 വർഷത്തോളമായി ജയിലിൽ കഴിയുന്നു കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം. കഴിഞ്ഞ വർഷം വധശിക്ഷ 2024 ജൂലൈ 2 വധശിക്ഷ റദ്ദാക്കി. എന്നാൽ മോചനം ഇപ്പോഴും അകലെയാണ്, വൈകുകയാണ്. 1.5 കോടി റിയാൽ ദിയാധനം നൽകി, അതായത് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് 1.5 കോടി സൗദി റിയാൽ ദിയാധനം നൽകിയാണ് വധശിക്ഷ റദ്ദാക്കിയത്. അതോടുകൂടി സ്വകാര്യ അവകാശങ്ങൾ തീർന്നു. എന്നാൽ പൊതു അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. SKN. ഓക്കെ, നമുക്കൊപ്പം ചേർന്നത് ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലമാണ്. എന്തായാലും റഫീഖിൻ്റെ മോചനം ഇന്നെങ്കിലും ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം.